ദൈവം ഇതിനേക്കാൾ അധഭാഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. കാരണം അവൻ സ്ട്രഗിൾ ചെയ്ത് വീട്ടിൽ ഫൈറ്റ് ചെയ്തുള്ള ജോലി വേണ്ടാന്ന് വെച്ച് അച്ഛൻ്റെ അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആർഗ്യുമെൻറ്റ്സുകൾ നടത്തി ഫാമിലിയുടെ മുന്നിൽ പല സമയത്ത് തല കുനിച്ച് നിന്നതിന് ശേഷമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ബ്രോ പറയുന്നത് ഇതുപോലുള്ള സിനിമ ഇത് ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ചെയ്താൽ ആൾക്കാർ കാണുള്ളൂ, അല്ലെങ്കിൽ ഇത് എപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെ. അതെ, ബ്രോ സൗദി അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ. ഈവൻ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ എത്തിച്ച് ഒരു ലൈഫ് റീബർത്ത് എന്ന് വിചാരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു 10 മാസം, എന്നല്ല ലോകത്തിൻ്റെ മൊത്തം 10 മാസം കോവിഡ് എടുത്തുകൊണ്ട് പോകുന്നത്. അതെ. അപ്പം ഞാൻ വിചാരിച്ച ദൈവമേ എന്തൊരു അൺലക്കി ആയിട്ടൊരാളാണ് ഞാൻ. പക്ഷേ ആ അൺലക്കി എന്ന് പറയുന്നതിന് എന്താ പറയുക, ഏതാണ്ടൊരു 1 മന്തോ 2 മന്തോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആ ഒരു പ്രഷർ എന്നിൽ വന്ന് വീണുള്ളൂ. പിന്നെ ഞാൻ ഡിസൈഡ് ഓക്കെ ഈ സമയം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വൃത്തിയാക്കാനാണ്, ഇത് ഏറ്റവും ദ ബെസ്റ്റ് ഔട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാനാണ്. അപ്പം ഞാനും ഈ പറയുന്ന പോലെ നിഷാദ് യൂസഫ് എന്ന് പറയുന്ന എഡിറ്റർ നമ്മളിന്നിപ്പം വിട്ടുപോയി, അദ്ദേഹം ചേർന്നിരുന്ന് എൻ്റെ വൈഫ് ഹൗസിൻ്റെ മേളിൽ ഒരു റൂം ഉണ്ട് വേക്കൻ്റായിട്ട്. ആ റൂമിലിരുന്ന് ഞങ്ങൾ സിസ്റ്റമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അന്ന് ഈ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പെർമിഷൻസ് വേണം, ലെറ്റർ പാഡ് വേണം. അങ്ങനെ ആരെയൊക്കെ വിളിച്ച് പോലീസിൻ്റെ ലെറ്റർ പാഡൊക്കെ എടുത്ത് ഞങ്ങൾ മീഡിയ എന്നൊക്കെ പറഞ്ഞ് കാറുമേൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് പോയി ഈ പറയുന്ന മാക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് വീട്ടിലേക്ക്. ഹാർഡ് ഡിസ്കും മാക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഇരുന്ന് ഓരോ സീനുകളും അനലൈസ് ചെയ്ത് ഒരുപാട് റീവർക്ക് ചെയ്ത് ദ ബെറ്റർ എന്ന് പറയുന്ന വേർഷനിൽ എഡിറ്റ് ഉണ്ടാക്കുകയാണ്.